നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയീസ് കസ്റ്റമറെ നല്ല സേവനം കൊടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ടോ എങ്കിൽ ഈ വീഡിയോ കാണാതെ പോകരുത്. ES=CS. എങ്ങനെ ES=CSO? അതെ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഈസ് ഈക്വൽ ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മളെല്ലാവരും നമ്മുടെ എംപ്ലോയീസിനോട് പറയാറുള്ള കാര്യമാണ്, കസ്റ്റമറിന് നല്ല സർവീസ് കൊടുക്ക്, അവരെ ഹാപ്പിയാക്കി വിട്, എന്നാലേ ബിസിനസ് വളരൂ, വേറെ ബിസിനസ് കിട്ടൂ. പക്ഷേ ഇവർ കേൾക്കുന്നില്ല. അതിനൊരു കാരണം എന്താണ്? എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമല്ലേ സുഹൃത്തെ ആ എംപ്ലോയിക്ക് വേറൊരു കസ്റ്റമറെ ഹാപ്പിയാക്കാൻ പറ്റൂ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പല കോർപ്പറേറ്റ് ലീഡേഴ്സും മാനേജേഴ്സും പറയുന്നൊരു ഡയലോഗാണ്, മൈ എംപ്ലോയീസ് ആർ യൂസ്ലെസ്. എന്താ? മൈ എംപ്ലോയീസ് ആർ യൂസ്ലെസ്. അങ്ങനെ പറയാൻ വരട്ടെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? മൈ എംപ്ലോയീസ് ആർ യൂസ്ഡ് ലെസ്. അവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും. പണ്ട് പട്ടം പറത്തിയ എത്ര പേരുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പട്ടം പറത്തുമ്പോൾ ഇത് രസമായിരുന്നല്ലേ? സാധാരണഗതിയിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം അകലണമെങ്കിൽ നമ്മളൊന്ന് പുഷ് ചെയ്യണം. അതാണ് ഗ്രാവിറ്റി ഫോഴ്സ്, നമ്മൾ പുഷ് ചെയ്യണം അല്ലേ? പക്ഷേ ഈ പട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ നൂലൊന്ന് വലിച്ച് ചേർത്ത് പിടിച്ച് വിട്ടുകൊടുക്കും. ഒന്ന് വലിച്ച് ചേർത്ത് പിടിച്ച് വിട്ടുകൊടുക്കും. പട്ടം ഉയരങ്ങളിൽ പറക്കുകയും ചെയ്യും. അതേ പ്രിൻസിപ്പിളാണ് ഇന്ന് നമ്മുടെ ജീവനക്കാരോട് നമ്മൾ അവരെ ചേർത്ത് നിർത്തുക, അവരെ വളരാൻ പ്രേരിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, അവരെ വളരട്ടെ. അവരുടെ വളർച്ചയിലാണ് നമ്മളെ വളർച്ച. അതുകൊണ്ട് തന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു എംപ്ലോയിക്ക് കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് ആക്കാൻ സാധിക്കില്ല എന്ന ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലേ നമ്മൾ ഇവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുകയുള്ളൂ. എന്ന് വെച്ചുകൊണ്ട് സാലറി കൂട്ടി കൊടുത്തുകൊണ്ട് എംപ്ലോയി ഹാപ്പി ആവും എന്ന് ഞാൻ പറയുന്നില്ല. അവർ ഏത് മേഖലയിലാണ് അൺസാറ്റിസ്ഫൈഡ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് വളരാൻ പ്രേരിപ്പിക്കൂ. അവരും വളരും, നമ്മളും വളരും, കസ്റ്റമർ ഹാപ്പി ആവുകയും ചെയ്യും.